മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചേരെ എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് മേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈമറിൽ നിന്നാണല്ലോ. അപ്പോൾ പ്രൈമറിന് വേണ്ടി എൻ്റെ കയ്യിൽ 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഫേസസിൻ്റെ ഈ ഒരു പ്രൈമറാണ്. ഇത് ശരിക്കും നമ്മുടെ ഫേസിനൊരു ഗ്ലോ കൂടെ തരും, ഒരു സ്ട്രോപ്പ് ക്രീം പോലെ. നെക്സ്റ്റ് വൺ വന്നിട്ട് മാഴ്സിൻ്റെ ഒരു ഗ്രിപ്പിംഗ് പ്രൈമറാണ്. ഇതും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഒരു ഗ്ലോ തരും, പക്ഷെ ഇതിനകത്ത് ഒരു ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, ഒരു ഷൈൻ തരും ഫേസിന്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് മേബിലിൻ്റെ ഈ ഒരു പ്രൈമറാണ്. ഇത് ആക്ച്വലി നോർമൽ ടു ഡ്രൈ സ്കിന്നിനാണ് ബെസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, ഒരു ഡ്യൂയി ഫിനിഷ് വരും. ഇനി നമുക്ക് മെയിൻ പാർട്ടിലേക്ക് പോവാം, അതായത് ഫൗണ്ടേഷൻസിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പിൻ ചെയ്ത് കൊടുത്തിരിക്കാം. പക്ഷെ എന്നോട് പെട്ടെന്ന് ഇപ്പോൾ പറയാനാണെങ്കിൽ ഞാൻ ഈ 2 ഫൗണ്ടേഷൻസ് പറയും. ഈ മാഴ്സിൻ്റെ ഈ ഒരു സീറോ ബ്ലെൻഡ് ഫൗണ്ടേഷൻ ഇപ്പോൾ എൻ്റെ ഒരു കറണ്ട് ഫേവറേറ്റ് ആണ്. ഇത് നല്ലൊരു ഫിനിഷാണ്, അതായത് ഒരു ഹൈ കവറേജ് ആയിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഫൗണ്ടേഷൻ. ആൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. എനിക്ക് എപ്പോഴും ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ ഈ ഫൗണ്ടേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ഫൗണ്ടേഷൻ വന്നിട്ട് കറണ്ട് ഫേവറേറ്റ് ഒന്നുമല്ല, ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ മേബിലിൻ്റെ ഫിറ്റ് മീ ഫൗണ്ടേഷൻ. ഇതും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഫൗണ്ടേഷൻ തന്നെ ആയിരിക്കും മേബിലിൻ്റെ ഇത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്തായാലും മേടിക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഓക്സിഡൈസ് ആവും. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡിനെക്കാട്ടിയും ഒരു ഷെയ്ഡ് ലൈറ്റർ മേടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നല്ലൊരു ഫൗണ്ടേഷനാണ്, ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ് ഈ ഫൗണ്ടേഷൻ. ഇനി നമുക്കൊരു കൺസീലർ വേണമല്ലോ. കൺസീലർ മേടിക്കുന്നതിന് മുന്നേ എന്താണ് നിങ്ങൾക്ക് ആ കൺസീലർ കൊണ്ടുള്ള പേർപ്പസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതായത് ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യാനാണോ, അതോ ഇനി ഹൈലൈറ്റ് ചെയ്യാനാണോ, ഫേസിൽ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളത് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഡാർക്ക് സർക്കിൾസ് ഹൈഡ് ചെയ്യാനാണെങ്കിൽ ഡാർക്കർ ഷെയ്ഡ് കൺസീലർ മേടിക്കുക, ഹൈലൈറ്റിംഗ് പേർപ്പസിനാണെങ്കിൽ ഒരു ലൈറ്റർ ഷെയ്ഡ് മേടിക്കുക. ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യുന്ന വീഡിയോസും പിന്നെ ഈ ഏതൊക്കെ കൺസീലേഴ്സ് എന്തിനൊക്കെ യൂസ് ചെയ്യണമെന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക വേണമെങ്കിൽ. പെട്ടെന്നൊരു ഓപ്ഷൻ ചോദിച്ചാൽ ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പോൾ മെയിൻലി എടുക്കാറുള്ളത് ഇൻസൈറ്റിൻ്റെ ഒരു HD കൺസീലറാണ്. ഈ ഒരു കൺസീലർ വന്നിട്ട് എൻ്റെ ഷെയ്ഡിനെക്കാട്ടിയും ഒരു പൊടിക്കൊന്ന് ഡാർക്കറാണ്. ആൻഡ് ഇതിൽ ആ ഒരു ഓറഞ്ചിഷ് ആയിട്ടുള്ള ഷെയ്ഡ് കൂടി നിൽക്കുവാണ്. അപ്പോൾ ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഹൈലൈറ്റിംഗ് പർപ്പസിനാണെങ്കിൽ മേബിലിൻ ഫിറ്റ്മിയുടെ ഈ ഒരു കൺസീലറും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു മേബിലിൻ ഫിറ്റ്മിയുടെ കൺസീലർ കുറച്ചൊരു പൊടിക്ക് ലൈറ്ററാണ്. എനിക്ക് ഒരു പൊടിക്കല്ല, അത്യാവശ്യം ഇത്തിരി ലൈറ്ററാണ്. ഇനി കൺസീലേഴ്സ് മേടിക്കുന്നതിൽ കൺഫ്യൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺസീലർ പാലറ്റ് മേടിക്കാം. എൻവൈബയുടെ ഈ ഒരു കൺസീലർ പാലറ്റ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. കാരണം ഇതിനകത്ത് എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്യാൻ വേണ്ടി ഡാർക്കർ ഷെയ്ഡ്സ് വരുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റർ ഷെയ്ഡ്സും ഉണ്ട്. പിന്നെ ഈ ഓറഞ്ച് വെച്ച് കളർ കറക്റ്റ് ചെയ്യാം, ഈ ഒരു ഷെയ്ഡ് കൊണ്ട് കോണ്ടോർ ചെയ്യാം, പിന്നെ റെഡ്നെസ് ഒക്കെ കൺസീൽ ചെയ്യാം. അപ്പോൾ ഇതായിരിക്കും ഒരു സേഫസ്റ്റ് ഓപ്ഷൻ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ. ഇനി നമുക്ക് ഫേസ് സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഒരു സെറ്റിംഗ് പൗഡർ അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ വേണം. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക ഈ ഒരു ട്രാൻസ്ലൂസൻറ്റ് പൗഡർ മേടിക്കാനാണ്. ഇത് മാഴ്സിൻ്റെ ബനാന പൗഡറാണ്. ബനാന പൗഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഈ ഒരു യെല്ലോ കളറിലെ ടിൻറ്റ് വരുന്ന പൗഡർ ആയിരിക്കും. അപ്പോൾ ഷെയ്ഡ്സ് ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഡസ്കി സ്കിൻ ടോൺസിനൊക്കെ ഈ ഒരു പൗഡറാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് ഷെയ്ഡ്സ് നോക്കി അലയണ്ട, ഈ ഒരു പൗഡർ മതി. യെല്ലോ ടിൻറ്റ് വരുന്നതുകൊണ്ട് തന്നെ ആഷി ആയിട്ടിരിക്കത്തില്ല, കറക്റ്റായിട്ട് മേക്കപ്പ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ കോമ്പാക്ട് പൗഡറിലും ബെസ്റ്റ് ഇതാണ്. അതാകുമ്പോൾ കൂടുതൽ അന്വേഷിക്കേണ്ട, ജസ്റ്റ് ഈ ഒരു മാഴ്സിൻ്റെ ബനാന പൗഡർ മേടിച്ചാൽ മതി. നിങ്ങൾക്ക് ഇനി ഒരു ബ്ലഷും ഒരു ഹൈലൈറ്ററും കോണ്ടോറും ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ അതിനധികം പൈസ മുടക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ബ്ലഷ് ഇൻസൈറ്റിൻ്റെ ആണ്. ഇതിന് 90 റുപ്പീസേ ഉള്ളൂ. പല ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. ഇത് വന്നിട്ട് പേർപ്പിൾ ഷെയ്ഡാണ്. സോ പേർപ്പിൾ ഷെയ്ഡ് ഡസ്കി സ്കിൻ ടോണ് നല്ലത്, അതുകൊണ്ടാണ് ഞാൻ ആ ഷെയ്ഡ് തന്നെ എടുത്തത്. പിന്നെ വന്നിട്ട് ഈ ഒരു സ്ട്രോപ്പ് ക്രീം എൻവൈബയുടെ, ഇതും ബഡ്ജറ്റ് ഓപ്ഷൻ ആണ്. ഇത് ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് ഇത് മേടിക്കാം. ആൻഡ് പിന്നെ കോണ്ടോർ വേണം എന്നുണ്ടെങ്കിൽ എൻവൈബയുടെ ഈ ഒരു കോണ്ടോർ, ഈ ഒരു പൗഡർ കോണ്ടോർ മേടിക്കാം. ഇതും ബഡ്ജറ്റ് ഓപ്ഷൻ ആണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അല്ല നിങ്ങൾ ഈ ഒരു കൺസീലർ പാലറ്റ് മേടിക്കുകയാണെങ്കിൽ അതിൽ കോണ്ടോറിങ് ഷെയ്ഡും ഉണ്ട്. ഇനി എന്തായാലും ഒരു ഐ ഷാഡോ പാലറ്റ് വേണം. ഒരു ബഡ്ജറ്റ് ഓപ്ഷനിൽ ഈ 2 ഐ ഷാഡോ പാലറ്റ് ഉണ്ട്. ഇത് അറൗണ്ട് 200 റുപ്പീസ് വരും. ഇതിനൊരു 300 ഓർ 400 പോതില്ലാന്ന് തോന്നുന്നു. അറൗണ്ട് 300 ആണ് ഈ ഒരു പാലറ്റിൻ്റെ പ്രൈസ്. സോ ഈ കളേഴ്സ് വരുന്ന പാലറ്റ്സ് ആണ് മേടിക്കേണ്ടത്. അതാണ് എപ്പോഴും സേഫ്. കാരണം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡ്സും ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഷെയ്ഡ്സും ഒക്കെ ഇതിലുണ്ട്. ഇതാണൊരു ബേസിക് പാലറ്റ്. ഇത് എന്താണെങ്കിലും കയ്യിൽ വേണം കേട്ടോ ഈ പാലറ്റ്. ഇതിൽ 2 ഏതായാലും മതി. ഈ ഷെയ്ഡ്സ് വരുന്ന അഫോർഡബിൾ പാലറ്റ്. എനിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് അടുത്തത് ഐബ്രോസിൻ്റെ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ
ഐബ്രോ ഫില്ലിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഐബ്രോ പ്രോഡക്ട്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ഞാൻ പിൻ ചെയ്ത് കൊടുത്തിരിക്കാം. പക്ഷെ എന്നോട് പെട്ടെന്ന് ഐബ്രോ പ്രോഡക്റ്റ് ചോദിച്ചാൽ ഇത് രണ്ടും പറയാം. ഇത് രണ്ടും മാഴ്സിൻ്റെ ആണ്. ഇത് മാഴ്സിൻ്റെ ഐബ്രോ ജെല്ലും ഇത് വന്നിട്ട് ഐബ്രോ പെൻസിലും. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഈ പെൻസിൽ ട്രൈ ചെയ്ത് നോക്കാം, അല്ല എക്സ്പേർട്ട് ആണെങ്കിൽ ഈ ഒരു ഐബ്രോ ജെല്ലും കൊണ്ട് ഫില്ല് ചെയ്യാം. എല്ലാം ഡാർക്ക് ബ്രൗൺ ഷെയ്ഡേ മേടിക്കാവൂ. പിന്നെ വേണ്ടത് ഒരു മസ്കാരയാണ്. മസ്കാര എന്തായാലും മേടിക്കുക. അപ്പം എനിക്ക് ഫേവറേറ്റ് ഈ ലോറിയലിൻ്റെ ആണ്. ഇത് കുറച്ച് പ്രൈസി ആണ്, പക്ഷെ ഓഫറൊക്കെ ഉള്ളപ്പോൾ മേടിച്ചത് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് 6 months ഒക്കെ ഒരു മസ്കാര ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് കരിയൊന്നും എഴുതണ്ട, ജസ്റ്റ് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇതെടുത്ത് ഐലാഷിൽ അപ്ലൈ ചെയ്താൽ തന്നെ നമുക്ക് ഭയങ്കര പ്രസൻറ്റബിൾ ലുക്ക് ആയിരിക്കും. പിന്നെ റിമൂവ് ചെയ്യാനൊരു ടാസ്ക്കാണ്. ഓയിൽ ബേസ്ഡ് ക്ലെൻസർ കൊണ്ട് പയ്യെ റിമൂവ് ചെയ്യണം. മസ്കാര ഞാൻ പറയാ സ്കിപ്പ് ചെയ്യരുത്. അല്ലെങ്കിൽ പിന്നെ വേറെ അഫോർഡബിൾ മസ്കാര മേബിലിൻ്റെ ഉണ്ട്, അതിനും ഏതാണ്ട് ഇതിൻ്റെ പ്രൈസിന് അടുപ്പിച്ച് വരും. പിന്നെ മാഴ്സിൻ്റെ മസ്കാര ഉണ്ട്, അത് അഫോർഡബിൾ ആയിട്ട് വരുന്നതാണ്, അത് നല്ലതാണ്. വേണമെങ്കിൽ മാഴ്സിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം. മാഴ്സിൻ്റെ ഒരു എല്ലാ പ്രോഡക്ട്സും നല്ല. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇല്ലാതെ മിക്കവാറും ആരും പുറത്തോട്ട് ഇറങ്ങാറില്ല, ലിപ്സ്റ്റിക്കിൻ്റെയും ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അഫോർഡബിൾ ലിപ്സ്റ്റിക്, അതായത് 70 rupees സ്റ്റാർട്ട് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ ഉണ്ട്, ആ വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്നാലും പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഈ 3 ലിപ്സ്റ്റിക്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അതായത് ഒരു ന്യൂഡ് ഷെയ്ഡ് വേണം, ഒരു ബ്രൈറ്റ് ഷെയ്ഡ് വേണം, പിന്നെ ഒരു ക്ലിയർ ലിപ് ഗ്ലോസും വേണം. ഇത് വന്നിട്ട് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ് എൻവൈബയുടെ ഈ ഒരു ഷെയ്ഡ്. ഇത് വന്നിട്ട് നിങ്ങൾക്കൊരു നല്ല ന്യൂഡ് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ബ്രൈറ്റ് ഷെയ്ഡിന് വന്നിട്ട് ഫേസസ് കാനഡയുടെ ഈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്, ഇതൊരു നല്ല ഷെയ്ഡാണ്. ഡസ്കി സ്കിൻ ടോൺസിന് നല്ലതാണ്. ഞാൻ ഇത് ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷെയ്ഡാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിക്കും ഫേസ്. ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ബോൾഡ് ബ്രൈറ്റ് ഷെയ്ഡൊക്കെയാണ്. എന്നാൽ ഡെയിലി ഇടാം കേട്ടോ. പിന്നെ ഒരു ലിപ് ഗ്ലോസ്, ഇത് വന്നിട്ട് ഇൻസൈറ്റിൻ്റെ ആണ്. ഇത് 70 rupees 80 rupees എന്തേ ഉള്ളൂ. ക്ലിയർ ഗ്ലോസ് ആണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് കളറായി തീർന്നു പോയി. അപ്പോൾ ഈ 3 വെറൈറ്റീസ് ഓഫ് ലിപ്സ്റ്റിക്സ് എന്തായാലും വേണം. ലാസ്റ്റ് വന്നിട്ട് ഫേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ് സ്പ്രേ കൂടെ വേണം. എനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ യൂസ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടം ഈ 2 സെറ്റിംഗ് സ്പ്രേസ് ആണ്. ഇത് ഫേസസ് കാനഡയുടെ ആണ്. എൻ്റെ ക്യാപ്പൊക്കെ ഞാൻ കൊണ്ട് കളഞ്ഞ്. അപ്പോൾ ഇത് നല്ലൊരു സെറ്റിംഗ് സ്പ്രേ ആണ് ഫേസസ് കാനഡയുടെ. പിന്നെ വന്നിട്ട് മാഴ്സ്, എല്ലാ പ്രോഡക്ട്സും എൻ്റെത് മാഴ്സിൻ്റെ ആണ്. മാഴ്സിൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേയും, ഇത് രണ്ടും നല്ല സെറ്റിംഗ് സ്പ്രേസ് ആണ്, അഫോർഡബിൾ ആണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഈ പ്രോഡക്ട്സ് ഒക്കെയാണ് ഒരു ബിഗിനറിന് ബേസിക് ആയിട്ട് ഒരു മേക്കപ്പ് കിറ്റിൽ വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ എല്ലാ പ്രോഡക്റ്റ് ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാം അഫോർഡബിൾ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.